Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ മുന്നൂർപ്പള്ളിയിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം. സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ യുവാവിനെ മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. അത് എന്നെ ഒരു ദിവസം 11:30 ഈ ജിബേഷും വേറെ ഒരു പയ്യൻ മുന്നോട്ടുള്ള പയ്യനും കൂടി വീട്ടിൽ വന്ന് ഇറക്കിക്കൊണ്ടുവന്നു. ഞാൻ ഷർട്ട് പോലും ഇട്ടുണ്ടായില്ല, കിടക്ക് വയലായിരുന്നു. എന്നെ കൊണ്ടുവന്നിട്ട് ഇവർ കാറിൽ കയറ്റി. കാറിൽ ഇപ്പോൾ ഈ സതീഷൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ട് നേരെ ഈ കുന്നപ്പള്ളിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു വീടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ശരത്തിന് അവിടെ കെട്ടിയിട്ട് തല്ലാണ് ഇവർ. കെട്ടിയിട്ട് തല്ലണ് വന്നിട്ട് കത്തിയൊക്കെ എൻ്റെ കഴുത്തിൽ വെച്ച് പേടിപ്പിച്ചു. സത്യം പറയടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയണ എന്തൊട്ട് സത്യം പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് ചാരായ എടുത്തുകൊണ്ടോ എന്ന് കേട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, ഞാൻ 200 ലിറ്റർ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ പേര് വന്ന കാരണം എന്നെ ഒരു കൊണ്ടുപോയി. എന്നെ ചെന്ന വഴി തന്നെ 2-3 തല്ലി. അത് കഴിഞ്ഞ് പിന്നെ തല്ലിയില്ല. കാരണം ഞാൻ ഇതിനകത്ത് എടുത്തുകൊണ്ട് ഞാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്നെ തല്ലില്ല. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് അക്രമ സംഭവത്തിനും ദുരൂഹ മരണത്തിനും തുടക്കം. അക്രമത്തിനിരയായ കറുകുറ്റി പാലിശ്ശേരി കൂരക്കൽ വീട്ടിൽ രഘു പാലിശ്ശേരിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. 35 വയസ്സുകാരനാണ്. ബുധനാഴ്ച രാത്രി 11 മണിയോടെ രഘുവിനെ ക്രൂരമായി മർദ്ദിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്ന സംഘം സുജിത് എന്നയാളുടെ വീട്ടിൽ രഘുവിനെ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. അവശനിലയിലായിരുന്നു രഘുവെന്നും വിവരം ഉടൻ തന്നെ രഘുവിന്റെ ബന്ധുക്കളെ വിളിച്ചറിയിച്ചതായും വീട്ടുടമ PS സുജിത്ത് പറയുന്നു. രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോ സമയം കൃത്യം അല്ല 11 കഴിഞ്ഞാൽ ഒരു വണ്ടി ഒന്നും സൗണ്ട് കേട്ടിട്ട് ഞാൻ എന്റെ കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ വീടിന്റെ പഠിച്ച വണ്ടി ഒന്നും ആയിട്ട് അപ്പൊ ഞാൻ ഇറങ്ങിയും വരിക. അല്ലെങ്കിൽ രഘുവിനേഷ് നടക്കണമെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചായി കഴിഞ്ഞപ്പോ ഇവന്ന് കരച്ചിലായിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇവൻ ഇവിടെ ഇറങ്ങിറങ്ങുന്നത് അവിടെ തെല്ലിന്ന് പറഞ്ഞു. ഞാൻ അവനെ പിടിച്ചു വെച്ച് മറ്റേ അതി കൊണ്ട് 2 പ്രാവശ്യം കുറച്ച് വെള്ളം വലിച്ചു പിടിച്ച് അവിടെ കിടന്നു. മറ്റേ ഞാനകത്ത് മുറി കൊണ്ട് കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ തീരെ വശക്കറാറും ചോറ് പറഞ്ഞു. ചോറ് കണ്ടോ എനിക്ക് തിന്നാൻ പറ്റാന്ന് പറഞ്ഞു. കഴിഞ്ഞാൽ തീരെ വയ്യ. അപ്പൊ ആശുപത്രി വന്നു. ഞാൻ എൻ്റെ ചേട്ടനെ വിളിക്കാൻ വന്നു. എൻ്റെ ചേട്ടനെ ഞാൻ വിളിച്ചു. ചേട്ടനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പറയാൻ പറ്റില്ല എന്തോ കാരണം. അതിന് പിന്നെ അമ്മേനെ വിളിച്ചത്. അമ്മ പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ചാൽ വരാം. അപ്പൊ അമ്മോട് ആശുപത്രി ഒന്നോട് നോക്കും. ബാറ്റിൽ കുറച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു ഇപ്പം അമ്മേനെ വീട്ടിൽ നേരമായില്ലേ ഞാൻ കിടന്നുറങ്ങി. രാവിലെ നേരം വിളിച്ച് നീ ഇങ്ങനെ അരച്ചുകൊണ്ടായിരുന്നു. നേരം വിളിച്ച് രാവിലെ ചായ കൊടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു. പറഞ്ഞിട്ട് വെച്ച് ഇവൻ 2.5 സ്പിരിറ്റോ മറ്റേ ചാരായോ എന്താണെന്നറിയില്ല. മറ്റേ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അടിച്ചു മാറ്റി കൊണ്ടുപോയി ഒരു 5-6 ആൾക്കാർ കൂടി മാറ്റി വെച്ചെന്നോ അങ്ങനെയൊക്കെ പറയുന്നു. അതിന്റെ വരായം കൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ നോക്കുമ്പോ പേര് സതീഷ് വിളിച്ചിട്ട് പേരെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോ അവന്റെ ചേർന്ന് വിളിച്ച സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം അറിയാൻ പറ്റില്ല. അതിന്റെ 5-10 മുമ്പായിരിക്കും. അവന് മൊബൈലിൽ വിളിക്കാൻ അറിയാൻ ഇന്ന് നേരെ വെളുപ്പിലായിരിക്കും. ഇവന് ഇന്നലെ ഇപ്പം 2 ദിവസമായിട്ട് ഇവിടെ പേടിച്ചിട്ട് ഒളിയിലൊക്കെ പോയി കിടക്കാറുണ്ട്. ഒന്നും കഴിച്ചൊന്നും ചോറൊന്നും പറ്റിയൊന്നും കഴിച്ചുള്ളത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു ചായ വരികയല്ലേ. അപ്പൊ ചായ വെച്ച് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴൊന്നും കണ്ടേ
വ്യാഴാഴ്ച രാവിലെ 5 മണിയോടെ സുജിത്ത് വന്നു നോക്കിയപ്പോഴാണ് രഘു മരണമടഞ്ഞതായി അറിയുന്നത്. ഉടൻ തന്നെ അങ്കമാലി പോലീസിൽ വിവരമറിയിച്ചു. ആലുവ ഡിവൈഎസ്പി PR രാജേഷിന്റെ നേതൃത്വത്തിൽ അങ്കമാലി പോലീസും ഫോറൻസിക് ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാരായം സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലും ദുരൂഹ മരണത്തിലും കലാശിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ മുന്നൂർപ്പള്ളി പ്രദേശം കുറച്ച് നാളുകളായിട്ട് കഞ്ചാവ് മാഫിയകളുടെയും ഗുണ്ടാസങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. കുറച്ച് നാളുകൾക്ക് അധികം നാളുകൾക്ക് മുമ്പ് ഈ പ്രദേശം ഗുണ്ടാസങ്ങളുടെ കേന്ദ്രമായിരുന്നു. അത് നാട്ടുകാർ ജനകീയമായി ഇടപെടുകയും പോലീസിന്റെ സഹായത്തോടെയും അതെല്ലാം അവസാനിപ്പിച്ചതാണ്. അപ്പോൾ വീണ്ടും കഞ്ചാവ് സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയകളും ഇവിടെ പിടിമുറുക്കുകയാണ്. ഇതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. പോലീസ് വേണ്ട രീതിയിൽ ഇടപെടണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. മൂക്കന്നൂർ കറുകുറ്റി ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മുന്നൂർപ്പള്ളി ഭാഗം ലഹരി മാഫിയ സംഘങ്ങളുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പരാതിപ്പെടുന്നു. കറുകുറ്റി പഞ്ചായത്തിൽ വളരെ നിർഭാഗ്യകരമായ സംഭവത്തിലാണ് ഇന്ന് ഒരു സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പ്രദേശത്തെ വാസി എന്ന നിലയ്ക്കും ഒരു പൊതുപ്രവർത്തന നിലയ്ക്കും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രതിഷേധമുണ്ട്. ഇത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ കെടുംകാര്യസ്ഥത പോലത്തെ പ്രാദേശികമായ വിഷയങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഗുണ്ടാസംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇതൊരു കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഒരു വാക്ക് തർക്കവും അതുപോലെ തന്നെ അടിപിടിയിൽ കലാശിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നത്തെ ഈ മരണം എന്ന് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലയ്ക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലയ്ക്കും ശക്തമായ പ്രതിഷേധം. ഇന്ന് ഉത്തരവാദികളായ പ്രതികളെ ജനമധ്യത്തിൽ വിചാരണ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടത്ര രീതിയിൽ അതിരാപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള നടപടിക്രമം ഉണ്ടാകുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഗുണ്ടാ സംഘങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. ഇപ്പോൾ അതൊക്കെ മാറിയതാ. വീണ്ടും ഈ ഏരിയയിൽ തന്നെ താവളമടിച്ച് പ്രത്യേകിച്ച് ഏറ്റുമുഖം മുന്നൂർപ്പള്ളി പ്രദേശം കഞ്ചാവിന് വലിക്കാനും പറ്റിയൊരു കേന്ദ്രമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതെന്തായാലും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ജനകീയമായി തന്നെ അത് മാറ്റി കൊടുക്കണമെന്നാണ്, ജനങ്ങളുടെ ഭീതി അകറ്റി കൊടുക്കണമെന്നാണ് മെമ്പർ എന്ന എനിക്ക് പറയാനുള്ളത്. മെമ്പർ എനിക്ക് കാര്യമായിട്ടില്ല നേരത്തെ തന്നെ ഇടപെട്ടിട്ടുള്ളതാണ്. പല പ്രാവശ്യം ഉദ്യോഗസ്ഥർ വന്ന് പ്രതികളെ പിടിക്കുകയും കഞ്ചാവ് കസ്റ്റഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് തോന്നുന്നു. എന്തായാലും ശരിയായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയാനുണ്ട്. സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട് വേറെയും പേർക്ക് മാഫിയ സംഘത്തിന്റെ മർദ്ദനമേറ്റിട്ടുണ്ടെന്നും രഘുവിന്റെ ദുരൂഹ മരണത്തോടൊപ്പം ലഹരിക്കടത്തു സംബന്ധിച്ചും പോലീസ് അന്വേഷണമുണ്ടാകണമെന്നും പൊതുപ്രവർത്തകനായ KP അനീഷ് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയാണ്, അതിരാവിലെ ഒരു 5:30യോടുകൂടിയാണ് എന്നെ വിളിക്കുന്നത്. ഇവിടുന്ന് ഒരു അപകടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വന്ന് കണ്ടപ്പോഴാണ് രഘു എന്നുള്ള ആളെ മനസ്സിലായത്. ഈ രഘുവുമായി ബന്ധപ്പെട്ട മരണം വളരെ ദുരൂഹത നിറഞ്ഞ ഒരു മരണമാണ്. കാരണം ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഈ മുട്ട സതീഷ് എന്ന് പറഞ്ഞ ആളുകളുടെ സംഘം ഇവിടെ ഈ വീട്ടിൽ സുജിത്ത് എന്ന് പറഞ്ഞ ആളുടെ മുന്നൂർപ്പള്ളിയിലുള്ള വീട്ടിൽ മർദ്ദിച്ച് അവശനായി കൊണ്ടിടുകയുണ്ടായത്. അതിനുശേഷമാണ് രാവിലെ മരണം അറിഞ്ഞത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമുള്ള ദുരൂഹതയുള്ളത്, സ്പിരിറ്റുമായി ബന്ധപ്പെട്ടൊരു മോഷണവും അതിൻ്റെ തുടർന്ന് ഇപ്പോൾ 3-4 ചെറുപ്പക്കാരെ, ഇപ്പോൾ പാലിശ്ശേരിയിൽ തന്നെയുള്ള ജിതേഷ്, അതുപോലെ തന്നെ രഞ്ജിത്ത്, അതുപോലെ കാരമറ്റത്തുള്ള ശരത്ത്, ഇത്രയും പേരെ ക്രൂരമായി കൊണ്ടുപോയി ഒരു ഷെഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ രഘുവിനെയും മർദ്ദിക്കുകയുണ്ടായതുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒരു കൊലപാതകത്തിൽ എത്തി നിൽക്കുന്ന ഈ സംഭവം ഈ നാടിനെ ആകെ വാസ്തവത്തിൽ നറുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടെ അന്വേഷിക്കണം. കൊലപാതകത്തോടൊപ്പം തന്നെ സ്പിരിറ്റ് കേസും അന്വേഷിച്ച് കുറ്റവാളികളെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെ നൽകി ആവശ്യപ്പെടുന്നത്. അങ്കമാലി നഗരം രാസലഹരി കടത്തുകാരുടെ ഇടത്താവളമായി മാറുമ്പോൾ അയ്യമ്പുഴ, കറുകുറ്റി, മലയാറ്റൂർ, മൂക്കന്നൂർ പ്രദേശങ്ങളിലെ വനാതിർത്തി മേഖലകൾ വ്യാജമദ്യത്തിന്റെയും കഞ്ചാവിന്റെയും വിതരണ കേന്ദ്രങ്ങളായി മാറുകയാണ്.
അങ്കമാലി, കാലടി, നെടുമ്പാശ്ശേരി പ്രദേശങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഗുണ്ടാ ആക്രമണങ്ങളും ജനജീവിതത്തിന് ഭീഷണിയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്കമാലി മുതൽ പെരുമ്പാവൂർ വല്ലം വരെ ലഹരിക്ക് അടിമപ്പെട്ട് അപകട സഞ്ചാരം നടത്തിയ സംഘം നാട്ടുകാരെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരുന്നു. രാസലഹരി കടത്തും വ്യാജമദ്യ നിർമ്മാണവും കഞ്ചാവ് വിൽപ്പനയുമെല്ലാം കണ്ടെത്തുന്നത് പോലീസും നർക്കോട്ടിക് സ്ക്വാഡും എന്നിരിക്കെ അങ്കമാലി എക്സൈസിന് എന്താണ് പണി എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.